ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആൻ്റണി ജോസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് മെൻഷൻ ദ ടാക്സ് ട്രീറ്റ്മെൻറ്റ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. എക്സ്പ്ലെയിൻ ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീം സെക്ഷൻ 10 CGST ആക്ടിൽ സെക്ഷൻ 10ലാണ് കോമ്പോസിഷൻ സ്കീമിനെ കുറിച്ച് പറയുന്നത്. എന്താണ് കോമ്പോസിഷൻ സ്കീം, അതിൻ്റെ മെറിറ്റ്സ് എന്താണ്, ഡിമെറിറ്റ്സ് എന്താണ്, കോമ്പോസിഷൻ സ്കീമിൽ എങ്ങനെയാണ് ടാക്സ് വാല്യൂ ചെയ്യുക, എങ്ങനെയാണ് ടാക്സ് അടയ്ക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് BCom പഠിക്കുന്നവർക്കും MCom പഠിക്കുന്ന കുട്ടികൾക്കും 15 മാർക്കിൻ്റെയോ 5 മാർക്കിൻ്റെയോ 2 മാർക്കിൻ്റെയോ ഒക്കെ ആയിട്ട് എക്സാമിന് ആൻസർ ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. The Government of India provides for simplified and easy of doing business scheme for payment of tax and filing of return to certain categories of taxable person. GST ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അവരുടെ റിട്ടേൺ ഫയലിങ്ങും ടാക്സ് അടയ്ക്കാനും ഒക്കെ എളുപ്പം ആകാൻ വേണ്ടിയിട്ട് ചില റിലാക്സേഷൻസ് ഒക്കെ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. ആസ് എ റിസൾട്ട്, such taxable person is not required to maintain elaborate records and filing details returns. Section 10 of the CGST Act provides for the composition levy to such person. അപ്പം ഇങ്ങനെ ഒരു കോമ്പോസിഷൻ സ്കീം കൊണ്ടുവന്നുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒത്തിരി റിട്ടേൺ ഒന്നും ഫയൽ ചെയ്യേണ്ട, വളരെ സമ്മറൈസ് ആയിട്ടുള്ള റിട്ടേൺസ് ഫയൽ ചെയ്താൽ മതി. അപ്പം സെക്ഷൻ 10 കോമ്പോസിഷൻ ലെവിയെ കുറിച്ചാണ് പറയുന്നത്. കോമ്പോസിഷൻ സ്കീം ഈസ് ആൻ ഓപ്ഷൻ available to the taxable person. This scheme would be available only to certain eligible person. In the normal scenario, tax liability is calculated using the below formula. അതായത് ഈ കോമ്പോസിഷൻ രജിസ്ട്രേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് രണ്ട് വിധത്തിൽ രജിസ്ട്രേഷൻ എടുക്കാം. റെഗുലർ രജിസ്ട്രേഷൻ ഉണ്ട്, കോമ്പോസിഷൻ ഉണ്ട്. അപ്പോൾ റെഗുലർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളൊരു സാധനം വാങ്ങിച്ചാൽ അതിൻ്റെ ടാക്സ് എത്രയാണോ, ആ പ്രോഡക്റ്റിന് ടാക്സ് റേറ്റ് എത്രയാണോ, നമ്മളൊരു റേഡിയോ വാങ്ങുന്നു, റേഡിയോയ്ക്ക് 18% GST ആണ് എങ്കിൽ വാങ്ങുന്ന സമയത്ത് നമ്മൾ 18% GST അടയ്ക്കണം. ആ റേഡിയോ സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ 18% GST കളക്റ്റും ചെയ്യണം. നമ്മൾ മന്ത്ലി 3 റിട്ടേൺ ഫയൽ ചെയ്യണം. GSTR1, GSTR2, GSTR3. ആനുവലി ഒരു ആനുവൽ റിട്ടേണും കൂടെ ഫയൽ ചെയ്യണം. ഇതാണ് റെഗുലർ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന സ്കീം. നെക്സ്റ്റ് സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഇല്ല. ഒരാളുടെ വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയാണ് എങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് കോമ്പോസിഷൻ സ്കീം. കോമ്പോസിഷൻ സ്കീമിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് റേഡിയോയ്ക്ക് 18% ടാക്സ് ആണെങ്കിൽ 18% അടയ്ക്കണം. സെയിൽ ചെയ്യുന്ന സമയത്ത് 18% അല്ല കളക്ട് ചെയ്യേണ്ടത്, സെയിൽ വാല്യൂവിൻ്റെ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ റെഗുലർ മെക്കാനിസത്തിൽ എങ്ങനെയാണ് ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് ആണ്. ഈ കോമ്പോസിഷൻ സ്കീമിൽ അങ്ങനെയല്ല. Tax liability under composition scheme is equal to turnover into fixed rate ആണ്. The person opting to pay tax under the composition scheme need only to ascertain the aggregate value of outward taxable supplies and compute the tax thereon at a fixed rate. Actual tax rate is not applicable for calculation. അപ്പോൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ആക്ച്വൽ റേറ്റ് ഓഫ് എത്രയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ട, കൺസിഡർ ചെയ്യേണ്ട. മറിച്ച് സെയിൽ വാല്യൂവിൻ്റെ മുകളിൽ ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് നമ്മൾ അപ്ലൈ ചെയ്ത് ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടച്ചാൽ മതി. ഇനി കോമ്പോസിഷൻ സ്കീമിലാണ് നമ്മൾ രജിസ്ട്രേഷൻ എടുക്കുന്നതെങ്കിൽ നമുക്ക് റിട്ടേൺസ് 3 മാസത്തിലൊരിക്കൽ ക്വാർട്ടർലി നമ്മൾ ഫയൽ ചെയ്താൽ മതി. GSTR1, GSTR3B ഫയൽ ചെയ്യണം. ഇനി എങ്ങനെയാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഡിഫറൻസ് റെഗുലർ വേഴ്സസ് കോമ്പോസിഷൻ. റെഗുലറിൽ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് 10 ലക്ഷം ആണെങ്കിൽ അതിൻ്റെ മുകളിൽ ഇൻപുട്ട് ടാക്സ്, പർച്ചേസ് ചെയ്യുന്ന ടാക്സ് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടാക്സ് ആയിട്ട് കണക്കാക്കാം. കോമ്പോസിഷനിൽ നോ ഇൻപുട്ട് ടാക്സ്. അപ്പോൾ അത് കോസ്റ്റ് ഓഫ് പർച്ചേസ് ആയിട്ട് ആഡ് ചെയ്യണം. മാർജിൻ 5 lakh മാർജിൻ രണ്ടുപേരും ആഡ് ചെയ്തു. ടാക്സബിൾ വാല്യൂ ഇവിടെ 15 lakhും ഇവിടെ 16,80,000 വരും. ഇവിടെ 15 lakhൻ്റെ മുകളിൽ 18% ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇവിടെ 16,80,000 മുകളിൽ 1% വാല്യൂ ആഡ് ചെയ്താൽ മതി. ഇവിടെ ടാക്സ് പേ ചെയ്യേണ്ടത് 90,000 രൂപ. ഇൻപുട്ട് ടാക്സ്, ഔട്ട്പുട്ട് ടാക്സ് മൈനസ് ഇൻപുട്ട് ടാക്സ് കാൽക്കുലേഷൻ വെച്ച് 90,000 രൂപ അടയ്ക്കണം. ഇവിടെ നോക്കിയേ, ഇവിടെ 16,800 രൂപ അടച്ചാൽ മതി.
അപ്പോൾ ഇതാണ് കോമ്പോസിഷൻ സ്കീം കൊണ്ടുള്ള ബെനിഫിറ്റ്. ഇനി ആരൊക്കെയാണ് കോമ്പോസിഷൻ സ്കീം എടുക്കാൻ എലിജിബിൾ? A registered person will be eligible if aggregate turnover across all states under the same PAN does not exceed the prescribed limit in the preceding financial year. അപ്പം ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 1.5 കോടി രൂപയ്ക്ക് മുകളിൽ വിറ്റുവരവ് ഉണ്ടാവാനായിട്ട് പാടില്ല. The aggregate turnover of the registered person should not exceed the set prescribed limit during the financial year. നോർമൽ സ്റ്റേറ്റിലാണെങ്കിൽ ഒരു വർഷത്തെ വിറ്റുവരവ് 1.5 കോടി രൂപയ്ക്ക് താഴെയുള്ളവർക്ക് മാത്രമേ ഈ സ്കീം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ആണെങ്കിൽ 75 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എടുക്കാനായിട്ട് പറ്റുള്ളൂ. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റ് ഉണ്ട്: അരുണാചൽ പ്രദേശ്, ആസാം, മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, സിക്കിം, ത്രിപുര, ഹിമാചൽ പ്രദേശ്. അപ്പം the scheme does not apply to persons engaged in any supply of goods through electronic commerce operator. അപ്പോൾ ഈ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് കോമ്പോസിഷൻ സ്കീം എടുക്കാനായിട്ട് പറ്റില്ല. This clause will be applicable only from the date of notification of TCS. Engaged in supply of goods which are not leviable to tax under GST, non-taxable goods such as alcoholic liquor, human consumption, petroleum ആണ്. അപ്പം നോൺ GST ഗുഡ്സ് വിൽക്കുന്ന ഒരാൾക്ക് കോമ്പോസിഷൻ സ്കീം പറ്റില്ല. Engaged in supply of services, a trader opting for composition scheme will not be entitled to provide any after sales support service. Supply of service, a trader opting for scheme will not be entitled. ആഫ്റ്റർ സെയിൽസ് സർവീസ് കൊടുക്കുന്ന എന്തെങ്കിലും സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിൽ അവർക്കും കോമ്പോസിഷൻ പറ്റില്ല. ദ രജിസ്റ്റേർഡ് പേഴ്സൺ cannot affect interstate stock transfer. അപ്പോൾ ഈ കോമ്പോസിഷൻ സ്കീം നടത്തുന്ന ഒരാൾക്ക് ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ചെയ്യാനായിട്ടും പറ്റില്ല. ഇറ്റ് ഇൻക്ലൂഡ് ട്രാൻസ്ഫർ ടു ഇറ്റ്സ് ഓൺ എസ്റ്റാബ്ലിഷ്മെന്റ് ലൊക്കേറ്റഡ് outside the state. The condition is applicable to taxable and exempt supplies also. അപ്പോൾ ആരൊക്കെയാണ് ഇതിനകത്ത് നിന്ന് ഈ കോമ്പോസിഷൻ സ്കീം എടുക്കാൻ പറ്റില്ല? ആർക്കൊക്കെയാണ്? ഇ കൊമേഴ്സ് ഓപ്പറേറ്റർക്ക് പറ്റില്ല, നോൺ GST ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നവർക്ക് പറ്റില്ല, ആഫ്റ്റർ സെയിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സിന് പറ്റില്ല, പിന്നെ മാനുഫാക്ചർ നോട്ടിഫൈഡ് ഗുഡ്സ്, ഐസ്ക്രീം, പാൻ മസാല, ടുബാക്കോ ഈ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് 1.5 കോടിയിൽ താഴെയാണ് വിറ്റുവരവെങ്കിലും അവർക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റില്ല. കോമ്പോസിഷൻ സ്കീം രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റില്ല. There is no restriction on trading of such goods. Casual taxable person, non-resident taxable person, അവർക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോമ്പോസിഷൻ സ്കീം എടുക്കാം. Opting for composition scheme. A person who obtained registration and opt for composition scheme at the time of applying for registration can opt for composition scheme. അപ്പോൾ രജിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. He should apply for composition scheme in part B of form GST REG 1. അപ്പോൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് പാർട്ട് ബി ഫില്ല് ചെയ്യുമ്പോൾ അതിനകത്ത് നമുക്ക് ഓപ്ഷൻ ഉണ്ട് റെഗുലർ കോമ്പോസിഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട്. ദ ഓപ്ഷൻ ടു പേ ടാക്സ് അണ്ടർ കോമ്പോസിഷൻ സ്കീം വിൽ ബി എഫക്റ്റീവ് ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ്റെ അന്ന് മുതൽ ടാക്സ് നമുക്ക് എന്ത് ചെയ്യാം? അടച്ചു തുടങ്ങാം. ദ സ്കീം കാനോട്ട് ബി ഓപ്റ്റഡ് ഡ്യൂറിങ് ദ മിഡിൽ ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമുക്ക് ഇത് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് കോമ്പോസിഷനിലേക്ക് മാറാൻ പറ്റില്ല. എ പേഴ്സൺ ഈസ് റിക്വയർഡ് ടു ഫയൽ intimation before the commencement of the financial year for which he opt to pay under the scheme. ഇനി നമ്മൾ ഓരോ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏത് സ്കീമാണ്, റെഗുലർ ആണോ കോമ്പോസിഷൻ ആണോ എന്നുള്ളത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. File a statement containing details of stock and invoice supplies of goods received from unregistered person held in stock on the day immediately preceding the date. നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റർ ഒക്കെ പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യണം. വാട്ട് ആർ ദ GST റേറ്റ്? കോമ്പോസിഷൻ സ്കീമിൽ GST റേറ്റ് എങ്ങനെയാണ് വരിക? ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് ആണ് വരിക എന്ന് നമ്മൾ പറഞ്ഞു. മാനുഫാക്ചറർ ആൻഡ് ട്രേഡേഴ്സ് ഓഫ് ഗുഡ്സ്, പ്രോഡക്റ്റ് ഉണ്ടാക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നവരാണെങ്കിൽ 0.51%, ഹോട്ടൽ റെസ്റ്റോറൻ്റ് ഒക്കെ ആണെങ്കിൽ 5%,
അതർ സർവീസസിനാണെങ്കിൽ സർവീസസിൽ കോമ്പൗണ്ട് ചെയ്താൽ 6%. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് കോമ്പോസിഷൻ രജിസ്ട്രേഷൻ. ഫോളോവിങ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് രജിസ്റ്ററിങ് അണ്ടർ കോമ്പോസിഷൻ സ്കീം. ലെസർ കംപ്ലൈൻറ്റ്സ്, റിട്ടേൺ ഒക്കെ കുറച്ച് ഫയൽ ചെയ്താൽ മതി, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കുറച്ച് മെയിൻറ്റെയിൻ ചെയ്താൽ മതി, ലിമിറ്റഡ് ടാക്സ് ലയബിലിറ്റി ഉള്ളൂ, ഹൈ ലിക്വിഡിറ്റി ആസ് ടാക്സസ് ആർ അറ്റ് എ ലോവർ റേറ്റ്. അപ്പം ഇൻപുട്ട് ടാക്സ് ഇല്ലാത്തവർക്കൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ടാക്സ് ഇല്ലാത്തവർക്കൊക്കെ ഈ കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇനി അടുത്ത ഡിസഡ്വാൻറ്റേജസ് ഓഫ് കോമ്പോസിഷൻ രജിസ്ട്രേഷൻ. എ ലിമിറ്റഡ് ടെറിട്ടറി ഓഫ് ബിസിനസ്. ഒരു ലിമിറ്റഡ് ടെറിട്ടറി ഓഫ് ബിസിനസ്, ഇൻഡർസ്റ്റേറ്റ് സപ്ലൈ പറ്റില്ല. ദ ഡീലർ ഈസ് ബാർഡ് ഫ്രം ക്യാരിങ് ഔട്ട് ഇൻഡർസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. നോ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ടു കോമ്പോസിഷൻ ഡീലേഴ്സ്. അപ്പം കോമ്പോസിഷൻ ഡീലർക്ക് പർച്ചേസ് ചെയ്യുന്ന സമയത്തുള്ള ടാക്സ് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറയ്ക്കാനായിട്ട് പറ്റില്ല. ദ ടാക്സ് പേയർ വിൽ നോട്ട് ബി എലിജിബിൾ ടു സപ്ലൈ നോൺ ടാക്സബിൾ ഗുഡ്സ് അണ്ടർ GST such as alcohol and goods through an e-commerce portal. അപ്പം ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴിയോ അല്ലെങ്കിൽ നമ്മൾ നോൺ GST ഗുഡ്സ് ഒക്കെ വിൽക്കാനായിട്ട് കോമ്പോസിഷൻ ഡീലർക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ റെഗുലർ രജിസ്ട്രേഷൻ എടുത്താലാണ് നമ്മൾ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി നമുക്ക് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ വേറെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാവുന്നത് ടേൺ ഓവർ 1.5 കോടിക്ക് മേളിലുള്ളവർക്ക് ഈ സ്കീം ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ചില നോട്ടിഫൈഡ് ഗുഡ്സിലുള്ള മാനുഫാക്ചേഴ്സിന് ഈ ഓപ്ഷൻ എടുക്കാനായിട്ട് പറ്റില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ ആയിട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. എന്തൊക്കെയായാലും കോമ്പോസിഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതിലാണ് പ്രത്യേകത. ടാക്സ് ലയബിലിറ്റി അണ്ടർ കോമ്പോസിഷൻ സ്കീം ഈസ് ഈക്വൽ ടു ടേൺ ഓവർ ഇൻറ്റു ഫിക്സഡ് റേറ്റ് ആണ്. നിങ്ങൾ ഈ എക്സാമ്പിൾ വെച്ച് നിങ്ങൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ക്ലാരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും വ്യക്തമായിട്ട് സ്റ്റഡി നോട്ട് വെച്ചിട്ട് തന്നെ പഠിക്കുക. അങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.